പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സ്ഥലം ഏതാണ്? മക്ക. ക്രിസ്തുവർഷം 571 ഏപ്രിൽ മാസം, അതായത് റബിയുൽ അവൽ 12-ന് സൗദി അറേബ്യയിലെ മക്കയിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. പ്രവാചകൻ ജനിച്ച ഗോത്രം ഏതായിരുന്നു? ഖുറൈശി ഗോത്രം. മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ ബനു ഹാഷിം കുടുംബത്തിലായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. പ്രവാചകൻ തൻ്റെ എത്രാമത്തെ വയസ്സിലായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത്? 53-ാമത്തെ വയസ്സിൽ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 53-ാമത്തെ വയസ്സിലാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വഹി ലഭിച്ച ഗുഹ ഏതാണ്? ഹിറാ ഗുഹ. മക്കയിലെ ജബലന്നൂർ അഥവാ പ്രകാശത്തിൻ്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഹിറാ ഗുഹയിൽ വെച്ചാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വഹി ലഭിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിച്ചത് എത്രാമത്തെ വയസ്സിൽ ആയിരുന്നു? 40-ാമത്തെ വയസ്സിൽ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സുള്ളപ്പോഴാണ് റമളാൻ മാസത്തിലെ ഒരു രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വഴി ആദ്യമായി ഖുർആൻ വചനങ്ങൾ അവതരിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി അവതരിക്കപ്പെട്ട സൂറത്ത് ഏതാണ്? സൂറത്തുൽ അലഖ്. ഖുർആനിലെ 96-ാമത്തെ അധ്യായമായ സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് പ്രവാചകന് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത സംഭവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹിജ്റ. മക്കയിലെ ഖുറൈശികളുടെ മർദ്ദനം സഹിക്കവയ്യാതെ ഇസ്ലാമിക പ്രബോധനത്തിന് അനുയോജ്യമായ മണ്ണിലേക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും നടത്തിയ യാത്രയാണിത്. ക്രിസ്തുവർഷം 622-ൽ നടന്ന ഈ ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയാണ് 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക കലണ്ടർ അഥവാ ഹിജ്റ വർഷം ആരംഭിച്ചത്. ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫ ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം ക്രിസ്തുവർഷം 632 മുതൽ 634 വരെ അദ്ദേഹം ഭരണം നടത്തി. പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മുതിർന്ന വ്യക്തികളിൽ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയുമായിരുന്നു അദ്ദേഹം. ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർക്കെതിരെയും വ്യാജ പ്രവാചകന്മാർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിച്ച് അദ്ദേഹം ഭരണകൂടത്തെ നിലനിർത്തി. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധം ഏതാണ്? ബദർ യുദ്ധം. ഹിജ്റ 2-ാം വർഷം റമളാൻ മാസത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സായുധ പോരാട്ടമായ ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധം നടന്ന മാസം റമളാൻ. ഹിജ്റ 2-ാം വർഷം റമളാൻ മാസം 17, അതായത് ക്രിസ്തുവർഷം 624-ലാണ് ബദർ യുദ്ധം നടന്നത്. കേവലം 313 പേർ മാത്രമടങ്ങുന്ന മുസ്ലിം സൈന്യം 1000-ഓളം വരുന്ന മക്കയിലെ ഖുറൈശി സൈന്യത്തെ പരാജയപ്പെടുത്തി. ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് നിർണായകമായ ഒരു വിജയമായിരുന്നു ഇത്. വിശുദ്ധ ഖുർആൻ ഔദ്യോഗികമായി ഒരു ഏകീകൃത പുസ്തക രൂപത്തിൽ, അതായത് മുസ്ഹഫ് രൂപത്തിൽ തയ്യാറാക്കി വിവിധ നാടുകളിലേക്ക് അയച്ച ഖലീഫ ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 1ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഖുർആൻ വചനങ്ങൾ ശേഖരിച്ച് ഒരിടത്ത് സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഇസ്ലാമിക സാമ്രാജ്യം വളർന്നപ്പോൾ വിവിധ നാടുകളിലുള്ളവർ ഖുർആൻ വ്യത്യസ്ത ശൈലിയിൽ ഓതാൻ തുടങ്ങി. ഇത് ഒഴിവാക്കാൻ 3ാം ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ ദാവിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മക്കയിലെ ഖുറൈശി ഭാഷാ ശൈലിയിൽ ഖുർആൻ ഒരൊറ്റ ഭാഷാ ലിപിയിലേക്ക് ക്രോഡീകരിക്കുകയും അതിൻ്റെ പകർപ്പുകൾ പ്രധാന നഗരങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. അതിനാൽ ഇന്നും നാം ഉപയോഗിക്കുന്ന ഖുർആൻ പ്രതികൾ മുസ്ഹഫ് ഉസ്മാനി എന്ന് അറിയപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ ആകെ എത്ര സൂറത്തുകൾ ഉണ്ട്? 114. ഖുർആനിലെ ഈ 114 സൂറത്തുകളെ 30 ഭാഗങ്ങൾ അഥവാ ജുസ് ആയി തിരിച്ചിരിക്കുന്നു. ഇതിൽ മക്കയിൽ വെച്ച് അവതരിച്ചവയെ മക്കി എന്നും മദീനയിൽ വെച്ച് അവതരിച്ചവയെ മദനി എന്നും വിളിക്കുന്നു. ഖുർആനിലെ ആകെ ആയത്തുകളുടെ എണ്ണം 6236. ആകെ 6236 ആയത്തുകൾ ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ബഖറ. ഖുർആനിലെ 2ാമത്തെ അധ്യായമാണിത്. ഇതിൽ ആകെ 286 ആയത്തുകൾ ഉണ്ട്. ബഖറ എന്നാൽ അറബിയിൽ പശു എന്നാണ് അർത്ഥം. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത്
ഇസ്രായേൽ സന്തതികളോട് ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ച ചരിത്രം ഇതിൽ പറയുന്നതിനാലാണ് ഈ പേര് വന്നത്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തായ ആയത്തുദ്ദൈൻ അഥവാ കടമിടപാട് വചനം, ഏറ്റവും മഹത്തരമായ ആയത്തുൽ കുർസി എന്നിവ സൂറത്തുൽ ബഖറയിലാണ് ഉള്ളത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ കൗസർ. വിശുദ്ധ ഖുർആനിലെ 108ാമത്തെ സൂറത്താണിത്. ഇതിൽ വെറും 3 ആയത്തുകൾ മാത്രമാണുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കൾ മരണപ്പെട്ടപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ പിന്മുറക്കാരില്ലാത്തവൻ അഥവാ അബ്തർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോഴാണ് ആശ്വാസമായ അള്ളാഹു ഈ സൂറത്ത് ഇറക്കിയത്. കൗസർ എന്നാൽ പരലോകത്തെ സമൃദ്ധമായ അരുവി എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് ഏതാണ്? സൂറത്തു യാസീൻ. ഖുർആനിലെ 36ാം അധ്യായമാണിത്. ഇതിൽ 83 ആയത്തുകളുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളായ ഏകദൈവ വിശ്വാസം, പരലോക ജീവിതം, പുനരുദ്ധാനം എന്നിവ വളരെ ശക്തമായി പ്രതിപാദിക്കുന്നതിനാലാണ് സൂറത്തുൽ യാസീനെ ഖുർആൻ്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? 5. ഇസ്ലാമിൻ്റെ അടിത്തറ 5 കാര്യങ്ങളിലാണ്. ഷഹാദത്ത് കലിമ, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്നിവയാണവ. മുസ്ലിങ്ങളുടെ ഔദ്യോഗിക കലണ്ടറായ ഹിജ്റ വർഷം ആരംഭിക്കുന്നത് ഏത് മാസത്തോടെയാണ്? മുഹറം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്നുള്ള മദീന പലായനം അഥവാ ഹിജ്റയെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസം മുഹറം ആണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ പേരെന്താണ്? ആമിന ബീവി. പ്രവാചകൻ്റെ മാതാവ് ആമിന ബീവിയാണ്. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടി വളർത്തിയ വളർത്തുമ്മ ഹലീമ ബീവിയാണ്. ഖുർആനിൽ 2 തവണ ബിസ്മില്ല എന്ന് വന്ന സൂറത്ത് ഏതാണ്? സൂറത്ത് നംല്. ഈ സൂറത്തിൻ്റെ തുടക്കത്തിലും പിന്നീട് 30ാമത്തെ ആയത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം സബയിലെ രാജ്ഞിക്ക് അയക്കുന്ന കത്തിൻ്റെ ഭാഗമായും ബിസ്മി വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വലിയൊരു കപ്പൽ നിർമ്മിച്ച് മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാചകൻ ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാം. തൻ്റെ ജനതയിലെ അവിശ്വാസികളെ നശിപ്പിക്കാൻ അള്ളാഹു സൃഷ്ടിച്ച മഹാപ്രളയത്തിൽ നിന്ന് വിശ്വാസികളെയും ജീവജാലങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവാണ് നൂഹ് നബി അലൈഹിസ്സലാമിനോട് കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിച്ചത്. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ വേദഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? തൗറാത്ത്. മൂസാ നബി അലൈഹിസ്സലാമിന് ലഭിച്ച വേദഗ്രന്ഥമാണ് തൗറാത്ത്. അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂറും, ഈസാ നബി അലൈഹിസ്സലാമിന് ഇഞ്ചീലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആനും ലഭിച്ചു. മുസ്ലിങ്ങളുടെ ആദ്യത്തെ കഅബയായ മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജെറൂസലേം. മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിലെ 3ാമത്തെ വിശുദ്ധ നഗരമാണ് ജെറൂസലേം. ഇവിടെയാണ് മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത്.